ഹായ് ഗായ്സ്, ഇതാണ് നമ്മുടെ ഓർമ്മകളിൽ ആയിപ്പോയ ഗുരുവായൂർ കേശവൻ. ഗുരുവായൂരിൻ്റെ പ്രിയപ്പെട്ട ആന. അവൻ്റെ ചരിത്രങ്ങളാണ് ഈ കാണുന്നത്. ഇത് കുറേ പേർക്കൊക്കെ അറിയാതിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇന്നത്തെ തലമുറകൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. പിന്നീടുള്ളവരെ മറ്റൊരു വ്യക്തിയാണ് ഗുരുവായൂർ. ഇതൊരു മരപ്രതിമയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ആനയാണ് നമ്മുടെ ഗുരുവായൂർ പത്മനാഭൻ എന്ന് പറയുന്നത്. ഇതാണത്. ഗുരുവായൂരിന് മറ്റേ കേശവന് ശേഷം ഇവനായിരുന്നു ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഒരു ആന. ഇന്നിപ്പോൾ അനേകം ആനകളുണ്ട്. അത് നമുക്ക് ലാസ്റ്റിലേക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതിലൊരുത്തനെ. പക്ഷേ ഇത് കേശവനായാലും പത്മനാഭനായാലും എന്ത് ഭംഗിയായാണ് എപ്പോഴും ആ ഒരു പ്രതിമേനെ പരിപാലിക്കുന്നത് അല്ലേ. അതേപോലെ ഇവരൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ചുമര ചിത്രങ്ങളൊക്കെ അതിനകത്ത് ചുറ്റും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ജങ്സ് എന്ന യൂട്യൂബ് ചാനൽ ഇതെല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്തല്ലേ, നല്ല കാഴ്ചകളല്ലേ. കൂടുതലും ആനകളെ പറ്റിയാണ് ഇതിലുള്ളത്. കണ്ടല്ലോ, പത്മനാഭൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ ക്ലിയറായി സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയാം. പത്മനാഭൻ വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ എന്നുള്ളത് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കൊടിമരങ്ങളും ഫ്രണ്ടേജുമാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് ഗുരുവായൂർ വരണം, ഭഗവാനെ ഒരു ഫ്രണ്ടെങ്കിലും ഒരു നോട്ടെങ്കിലും കാണണം, തൊഴണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ടേജ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂരപ്പൻ്റെ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആനക്കോട്ടയാണിത്. ആനക്കോട്ടയിലെ ഒരുത്തനെ മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. കാരണം എൻ്റെ സമയപരിധികൾ വളരെ പരിമിതമായതുകൊണ്ട് തന്നെ ഞാൻ ഒരാളെ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ആനകളുണ്ട് അവിടെ. ഞാൻ നിത്യേന അവിടെ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടിയ അവസരം കൊണ്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ മാത്രമാണിത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.